കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വന്യം. നാളികേരവും നെൽകൃഷിയും കൂടാതെ വേമ്പനാട് കായലിന്റെ തീരപ്രദേശമായതുകൊണ്ട് മത്സ്യവിഭവങ്ങളും യഥേഷ്ടം ഇവിടെ ലഭിക്കുന്നു. എന്നാൽ ഇടക്കാലത്ത് നെൽകൃഷിയോട് കർഷകർ വിമുഖത കാട്ടുകയും അതിന്റെ ഫലമായി പാടങ്ങൾ ഉപയോഗശൂന്യമാവുകയും ചെയ്തു. ഇങ്ങനെ നെൽകൃഷി ചെയ്യാതെ ഉപയോഗശൂന്യമായ പാടം പാട്ടത്തിനെടുത്ത് കൃഷിയിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയം നേടുകയാണ് കർഷക സുഹൃത്തുക്കളായ സുന്ദരനും അംബുജാക്ഷനും സജിയും. തരിശുനിലമായി കിടന്ന ഭൂമി ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇന്ന് സമൃദ്ധമായ ജൈവ കൃഷിത്തോട്ടമായി മാറിയിരിക്കുന്നു. പാവലും ചീരയും വഴുതനയും മത്തനും കോവലും കുമ്പളവും കപ്പളവും വെള്ളരിക്കയും തുടങ്ങി മത്സ്യകൃഷി വരെ ഇന്നിവർ ചെയ്യുന്നു. മോണലിസ എന്ന ഹൈബ്രിഡ് ഇനം പാവലാണ് ഇവിടെ നട്ടിരിക്കുന്നത്. പാവൽ നടുന്ന തടത്തിൽ തന്നെ ചീരയും വഴുതനയും നടന്നു. കായീച്ചക്കെണി, പഴക്കെണി, കൈതച്ചക്കക്കെണി, മഞ്ഞക്കെണി എന്നിങ്ങനെ 4 തരം കെണിയാണ് പ്രാണികളെ തുരത്താൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഫലപ്രദമായി ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചുവെന്ന് ഇവിടുത്തെ കൃഷി ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നു. കെണികൾ വെച്ച ശേഷം മികച്ച വിളവാണ് ലഭിക്കുന്നത്. ന്യായവില പലപ്പോഴും വിപണിയിൽ കർഷകർക്ക് ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് ഇവർ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കി. അതിനായി ഇവർ കർഷകരുടെ ഒരു വിപണി കൂട്ടായ്മ ആരംഭിച്ചു. മാർക്കറ്റ് ഒരു വലിയ വിഷയമായിട്ട് വന്ന് ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആഴ്ചയിൽ 100-300 കിലോ പാവയ്ക്ക എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാർക്കറ്റിൽ ഞങ്ങൾ ചെന്ന് കച്ചവടക്കാരോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞത് അവിടെ ബോർഡിൽ പാവയ്ക്കയുടെ വില 50 രൂപയാണ്. പക്ഷേ ഞങ്ങൾക്ക് 25 രൂപ പോലും തരാൻ അവർ തയ്യാറല്ല. ഇനി 25 രൂപ തരികയാണെങ്കിൽ തന്നെ അവർക്കൊരു 10-20 കിലോ പാവയ്ക്ക മതി, അതിൽ കൂടുതൽ വേണ്ടതാണ്. അപ്പോൾ എല്ലാ രീതിയിലും കർഷകനെ ചവിട്ടി മെതിക്കുന്ന ഒരു രീതി കച്ചവടക്കാർ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരിട്ട് കർഷകർ തന്നെ വിപണി കണ്ടെത്താൻ ശ്രമിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വൈക്കത്ത് ഓരോ കിലോ വീതം പാവയ്ക്ക ഓരോ കവറിനകത്താക്കി 91 കിലോ പാവയ്ക്ക ഞങ്ങൾ വൈക്കം ടൗണിൽ കൊണ്ട് ഇതുപോലെ വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പലരും വന്നതിന് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ കച്ചവടക്കാരല്ല, കർഷകരാണ്, നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഈ രീതി സ്വീകരിച്ച് മതി. ഞങ്ങൾ കർഷകർ നേരിട്ട് ഉപഭോക്താവിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി ഞങ്ങൾ അവലംബിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ചൂടപ്പം പോലെ തന്നെ ഈ സംഗതികളൊക്കെ പെട്ടെന്ന് വിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രതീക്ഷിച്ച് അരമണിക്കൂർ പോലും എടുത്തില്ല. ഈ 91 കിലോ പാവക്ക ചിലവായിട്ട് അരമണിക്കൂർ പോലും എടുത്തില്ല. പെട്ടെന്ന് ചിലവായി കഴിഞ്ഞത് കാശും കൈ കിട്ടി. അപ്പോൾ ഇത് നല്ല രീതിയാണ്. അപ്പോൾ ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാൻ തുടങ്ങി. കൃഷിയിലുള്ള മിക്ക ഉൽപ്പന്നങ്ങളും ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഗുണകരമാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കർഷകൻ നേരെ ഉപഭോക്താവിൻ്റെ അരികിലോട്ട് എത്തുന്ന ഒരു രീതിയാണ് തുടരാൻ പോകുന്നത്. തുടർന്നും ജനങ്ങളെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഞങ്ങൾ തരുന്നത് അന്നത്തെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 90-91 കിലോ പാവയ്ക്ക കൊണ്ട് അരമണിക്കൂർ കൊണ്ട് തീർന്ന് ഒരു 100 കിലോ ഉണ്ടെങ്കിലും പിന്നെ എടുക്കാൻ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ആളുകൾ ജനപങ്കാളിത്തം നമുക്ക് കിട്ടി. ഈ തുടർന്നുള്ള ഇനിയും ഉണ്ടാകുന്നുള്ള ഇപ്പോൾ ജനങ്ങളതിനെ അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇനിയും ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിൻ്റെ ന്യായമായ രീതിയിലുള്ള കച്ചവടം നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. വലിയ തോതിലില്ലെങ്കിലും പപ്പായയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നു. റെഡ് ലേഡി എന്ന ഇനമാണ് കൃഷി ചെയ്യുന്നത്.
തായ്വാനാണ് ഇവയുടെ സ്വദേശം. വീടിനോട് ചേർന്ന് തന്നെയാണ് കൃഷി. നല്ല കായ്ഫലമാണ് ഇവയുടെ പ്രത്യേകത. വിത്ത് പാകി മുളച്ചാൽ 6 മുതൽ 9 മാസം കൊണ്ട് കായ്ഫലം ലഭിച്ചു തുടങ്ങും. 1.5 മുതൽ 2 കിലോ വരെ തൂക്കമുണ്ടാവും. ഒരു വർഷം 35 മുതൽ 40 പപ്പായ വരെ ലഭിക്കും. രുചിയിലും മധുരത്തിലും മുൻപിൽ നിൽക്കുന്ന ഇവ രക്തസമ്മർദ്ദം, ശരീരഭാരം, ത്വക്ക് രോഗം, ക്യാൻസർ എന്നിവയെ പ്രതിരോധിക്കാൻ വളരെ മികച്ചതാണ്. വിപണനം ഇവർ നേരിട്ട് നടത്തുവാൻ തുടങ്ങിയപ്പോൾ മികച്ച വിലയും ഇവർക്ക് ലഭിച്ചു. പലപ്പോഴും ആവശ്യകതയെ കവിഞ്ഞ ഉൽപാദനമാണ് ഇവർ നേരിടുന്ന ഒരു പ്രശ്നം. ആവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാലും പലപ്പോഴും പച്ചക്കറികൾ ബാക്കി വന്ന് കേടായി പോകുന്ന അവസ്ഥ. ഇതിനൊരു പരിഹാരമെന്ന വണ്ണമാണ് ഇദ്ദേഹം പന്നിയെ വളർത്താൻ ആരംഭിച്ചത്. അഴുകിപ്പോകുന്ന പച്ചക്കറികൾ പന്നികൾക്ക് തീറ്റയായി മാറുന്നു. ഇതിലൂടെ ചെലവ് കുറഞ്ഞ രീതിയിൽ പന്നിയെ വളർത്തി പിന്നീട് വിൽക്കുകയും ചെയ്യാം. അതിൽ നിന്നും നല്ലൊരു വരുമാനവും ലഭിക്കും. പച്ചക്കറി കൃഷിക്ക് പുറമെ ഇദ്ദേഹം 20 വർഷമായി മത്സ്യകൃഷിയും ചെയ്യുന്നുണ്ട്. ഇതിനായി വീട്ടുവളപ്പിൽ തന്നെ കുളവുമുണ്ട്. കട്ല, റോഹു, മൃഗാൽ, സൈപ്രസ്, മലേഷ്യൻ വാള, ഗൗരാമി, കരിമീൻ തുടങ്ങിയ മീനുകളാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഏകദേശം 4 ലക്ഷം രൂപയുടെ മീനുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്ക് പാകമായി ഇവിടെയുണ്ട്. മത്സ്യക്കുഞ്ഞുങ്ങളെ ഓരോ വർഷവും കൊണ്ടുവന്ന് വല കെട്ടി തിരിച്ച് നഴ്സറിയിലിടുന്നു. ഇരുപത് ദിവസത്തിന് ശേഷം കുളങ്ങളിലേക്ക് ഇറക്കി വിടുകയാണ് പതിവ്. കാലിത്തീറ്റയാണ് ഭക്ഷണമായി നൽകുന്നത്. ഞാൻ ഏകദേശം ഒരു 20 വർഷമായിട്ട് മത്സ്യകൃഷി നടത്തിപ്പോരുന്ന ഒരാളാണ്. ഇതിനകത്ത് ആദ്യമൊക്കെ എനിക്ക് മത്സ്യകൃഷി വളരെ പരാജയമായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ എനിക്കത് ആ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് തുടർന്ന് ഇത് ലാഭത്തിലാകാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കേണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞാൻ മത്സ്യകൃഷി നടത്തി. ഇപ്പോൾ എനിക്ക് മത്സ്യകൃഷി വളരെ ലാഭകരമായിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് കട്ല, റോഹു, മൃഗാല്, സൈപ്രൻസ്, മലേഷ്യൻ വാള, ഗൗരാമീൻ, കരിമീൻ ഇത്ര ഐറ്റം മത്സ്യങ്ങളാണുള്ളത്. ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ മീൻ പിടിച്ചെടുക്കാൻ ഇതിനകത്ത് ഇപ്പോൾ ജലാശയത്തിനുണ്ട്. ഇവിടെ സാധാരണ ആളുകൾ വന്ന് മത്സ്യം വാങ്ങിക്കാൻ വരാറുണ്ട്, വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. ഇതുകൂടാതെ തന്നെ വിശേഷ ദിവസങ്ങളിൽ, അതായത് ക്രിസ്മസ്, ഈസ്റ്റർ അതുപോലെയുള്ള കാലയളവിൽ ഞങ്ങൾ കൂട്ടത്തോടെ പിടിക്കുകയും ഇവിടെ വന്ന് ബൾക്കായിട്ട് ആളുകൾ മത്സ്യം മേടിച്ചിട്ട് പോകുന്ന ഒരു രീതികളുമുണ്ട്. ഇപ്പോൾ ഇത് വളരെ ആദായകരമായിട്ട് നടത്തുന്നുണ്ട്. എനിക്ക് വളരെ നേട്ടങ്ങളാണ് ഉള്ളത്. ഓരോ വർഷവും ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇതുപോലെ നഴ്സറിയിൽ ഇട്ട് വളർത്തിയിട്ട് 10, 15, 20 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഈ പോണ്ടിലോട്ട് വിടാറാണ് പതിവ്. അതുപോലെ തന്നെ ഓരോ വർഷവും മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ട് വരിപ്പുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ മത്സ്യം എന്ന് പറയുന്നത് ഒരു 8 കിലോ വരെയുള്ള മത്സ്യം ഇതിനകത്തുണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളുണ്ട്. കരിമീനും അതുപോലെ ഉണ്ട്. ഇത് നേരത്തെ ഞാനൊരു പൗൾട്രി ഫാം ഇതിന് മുകളിൽ വെച്ചിരുന്നു, സംയോജിത മത്സ്യകൃഷിയായിട്ട്. അതായത് മുകളിൽ നിന്നുള്ള കോഴിയുടെ കാഷ്ടം വെള്ളത്തിൽ വീണിട്ട് ആ വെള്ളത്തിൽ വീഴുന്ന കാഷ്ടം സൂര്യപ്രകാശത്തിൻ്റെ കഴിവുകൊണ്ട് പച്ച പ്ലവകമായിട്ട് രൂപാന്തരപ്പെട്ട് ആ ഒരു പ്ലവങ്ങ് തിന്നാണ് മത്സ്യം വളർന്നുകൊണ്ടിരിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തീറ്റ കൊടുക്കാതെ മത്സ്യത്തിനെ വളർത്താനുള്ള ഒരു വഴിയായിരുന്നത്. അപ്പോൾ തീറ്റ പ്രത്യേകം അതിന് കൊടുക്കേണ്ട, പക്ഷേ അത് കൂടുതൽ
കാഷ്ടം വെള്ളത്തിലോട്ട് വീണ് കഴിയുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന മത്സ്യത്തിന് തിന്നാൽ ഒതുങ്ങാത്ത രീതിയിലുള്ള കാഷ്ടം, അതായത് 300 സ്ക്വയർ ഫീറ്റുള്ള ഒരു പോൾട്രി ഫാമാണ് ഇതിന് മുകളിൽ വെച്ചത്. അതിൻ്റെ കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷേ ആ 300 സ്ക്വയർ ഫീറ്റ് ഉള്ള കോഴി അത് ഷെഡിനകത്ത് 300 കോഴിയും വളർത്താം. 300 കോഴിയുടെ കാഷ്ടം ഈ വെള്ളത്തിലോട്ട് വീഴുമ്പോഴത്തേക്കും ഇതിനകത്ത് വെള്ളം മലിനപ്പെട്ട് പോകണം. അപ്പോൾ ആ മത്സ്യങ്ങൾ അതിന് പറ്റാത്ത സാഹചര്യം വന്നുകൊണ്ട് ഞങ്ങളത് വഴി അങ്ങ് കുറച്ച് കോഴിയുടെ എണ്ണം കുറച്ചുകൊണ്ട് വളർത്താൻ നോക്കി. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോഴിയുടെ വിലയൊക്കെ കുറഞ്ഞ് കോഴി ലാഭകരമല്ലാത്ത രീതിയിൽ ഇറച്ചിക്കോഴിയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ലാഭകരമല്ലാത്ത രീതിയിൽ വന്നപ്പോഴത്തേക്കും ഞാൻ പയ്യെ ആ പരിപാടി നിർത്തിക്കളഞ്ഞു. പിന്നെ ഇപ്പോൾ കൈത്തീറ്റയാണ്, ഇപ്പോൾ കാലിത്തീറ്റ അതുപോലുള്ള മറ്റു തീറ്റകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരവസരത്തിൽ ഞാൻ ഈ മത്സ്യത്തിന് തീറ്റ കൊടുക്കാനായിട്ട് ഈ കോട്ടയം നിന്ന് ബിസ്ക്കറ്റ് കമ്പനിയുടെ ഡാമേജ് ബിസ്ക്കറ്റ്, എക്സ്പയറി ഡേറ്റായ ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ആ ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ആ ബിസ്ക്കറ്റ് കൊടുത്തപ്പോഴത്തേക്കും മത്സ്യം കൂടുതലായിട്ട് ദ്രുതഗതി വളരുകയും അതോടൊപ്പം തന്നെ മത്സ്യത്തിന് ഫാറ്റ് കൂടുകയും ചെയ്ത് അത് കഴിക്കാൻ പറ്റാതെ, മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നെയ്യ് കൂടിയതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി നിർത്തിക്കളഞ്ഞു. ഇപ്പോൾ വീണ്ടും മറ്റ് ആ ബിസ്ക്കറ്റ് കൊടുക്കാതെ തന്നെ ഇപ്പോൾ കാലിത്തീറ്റ അതുപോലെ മറ്റെന്തെങ്കിലും തീറ്റ കൊടുത്ത് വളർത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ച് പോകുന്നത്. ഇപ്പോൾ അത് കാരണം മത്സ്യത്തിന് ആ ന്യായമായ രീതിയിലുള്ള മനുഷ്യന് കഴിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ഉപയോഗിക്കാനും നല്ലതാണ്. പക്ഷേ അന്നത്തേക്കാൾ ചിലവ് ഇത്തിരി കൂടിയിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം കുടുംബം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ എപ്പോഴും കൂടെയുണ്ട്. പേരക്കുട്ടി ലക്ഷ്മി ഒരു പിൻഗാമി എന്ന വണ്ണം കൃഷിയിൽ അതീവ താല്പര്യത്തോടെ ഇദ്ദേഹത്തെ സഹായിക്കുന്നു. കാർഷിക രീതിയിലുള്ള നേട്ടം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക ഉന്മേഷമാണ്. പ്രധാനമായിട്ട് നമുക്കിപ്പോൾ രാവിലെ പാടത്ത് ചെല്ലുമ്പോഴത്തേക്കും ആ പച്ചക്കറി നിൽക്കുന്നതും അതിൻ്റെ മറ്റു രീതികളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൻ്റെ സന്തോഷം വരിക. അതോടൊപ്പം തന്നെ ഒരു 10 വയസ്സെങ്കിലും കൂടുതൽ ജീവിക്കാനുള്ള അവസരം കിട്ടും. അത് കാണുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിനുള്ള ഉന്മേഷം കിട്ടും. പിന്നെ എല്ലാ രീതിയിലും നമുക്കൊരു ആയുസ് വർദ്ധിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ്. പിന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് സ്വന്തമായിട്ട് കഴിക്കുകയും നാട്ടിലുള്ളവർക്ക് കൊടുക്കാനും പറ്റും. അങ്ങനെ എല്ലാ രീതിയിലും കൃഷി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ലാഭകരം തന്നെയാണ്. ഈ രീതിയിലുള്ള ലാഭകരം. ഞങ്ങളുടെ ഓഫീസർ ഒരിക്കൽ പറയുകയുണ്ടായി, പിന്നെ ഒരു വെണ്ട നട്ടാൽ എന്ത് കിട്ടുമെന്ന്. അപ്പോൾ പറഞ്ഞ് വെണ്ട നട്ടാൽ എന്നാ കിട്ടാൻ, വെണ്ടക്കായ കിട്ടുമെന്ന് പറഞ്ഞു. അതല്ല, 25 രൂപയുടെ ഓക്സിജൻ കിട്ടുമെന്ന്. അപ്പോൾ അതൊരു കണക്കുമ്പോൾ ശരിയാണ്. ആ ഓക്സിജൻ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്നത് ചെടികളാണല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും ആദായം കിട്ടിയില്ലേ പോലും ഓക്സിജനെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃഷി ഒരിക്കലും നട്ടാന്ന് ഞാൻ പറയുകയില്ല, പറഞ്ഞിട്ടുമില്ല. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും പിന്തുണ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തെ സഹായിക്കുന്നു. കൃഷിഭവന്റെയും ആത്മ മാതൃക കൃഷിത്തോട്ടത്തിന്റെയും മികച്ച കർഷകനുള്ള പുരസ്കാരം നിരവധി തവണ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കൂട്ടായ്മയുടെ പ്രസക്തിയാണ് ഈ കാർഷിക നിലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്കോ നിനക്കോ സാധിക്കാത്തത് നമുക്കാവും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ ഈ കൂട്ടുകൃഷി.